ചെമ്പോത്തിൻ്റെ മരുന്ന് കിട്ടട്ടെ, പ്രാർത്ഥിച്ചാൽ നിനക്ക് അപ്പണി കിട്ടും. അപ്പു ശ്രീധരനെ ആശീർവദിച്ചു. അപ്പോൾ ശ്രീധരൻ അപ്പുവിനോട് ഒരു മറുചോദ്യം: ചെമ്പോത്തിൻ്റെ മരുന്ന് കിട്ടിയാൽ നീ എന്താണ് പ്രാർത്ഥിക്കുക? അപ്പുവിൻ്റെ മുഖം സങ്കടം കൊണ്ട് മങ്ങി. അവൻ ശ്രീധരൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കിക്കൊണ്ട് മൊഴിഞ്ഞു: ഒരൊറ്റ കാര്യം സാധിക്കാനാണ് ഞാൻ ചെമ്പോത്തിൻ്റെ മരുന്നും തിരഞ്ഞു നടക്കുന്നത് എന്ന് നിനക്കറിയോ ശ്രീധര? എന്താണത്? ശ്രീധരൻ ഉത്കണ്ഠയോട് ചോദിച്ചു. എൻ്റെ നാരായണീൻ്റെ ദണ്ണം മാറാൻ. അപ്പു ചുണ്ടുകടിച്ചു ദൂരെ നോക്കി ഒരു നെടുവീർപ്പയച്ചു. നാരായണി ആരാണ്? ശ്രീധരൻ അനുകമ്പയോട് ചോദിച്ചു. ദൂരെ നോക്കിക്കൊണ്ടാണ് അപ്പു മറുപടി പറഞ്ഞത്. എൻ്റെ പെങ്ങളാണ് നാരായണി. എന്താണ് അവൾക്ക് ദണ്ണം? അരയ്ക്ക് കീഴ്പോട്ട് ചീമനില്ല. 6 കൊല്ലമായി അവൾ അങ്ങനെ 2 കാലും കുഴഞ്ഞു കിടക്കുന്നു. എൻ്റെ നാരായണി, പാവം നാരായണി. ശ്രീധരൻ കരഞ്ഞില്ലെന്നേ ഉള്ളൂ. അവൾക്ക് കാട്ടിൽ കയറി തെച്ചിപ്പഴം പറിച്ച് തിന്നാനോ കിളികളുടെ പാട്ട് കേട്ട് രസിക്കാനോ ഒന്നും കഴിയില്ല. ദൈവം തമ്പുരാൻ എന്തിനാണ് അവളെ അങ്ങനെയാക്കിയത്? അപ്പുവിൻ്റെ കയ്യിലെ പൊട്ടിക്കാപ്പൊതി നാരായണിക്കുള്ളതാണെന്ന് ശ്രീധരന് മനസ്സിലായി. സന്ധ്യയ്ക്ക് മുമ്പേ അവർ കാട്ടിൽ നിന്ന് തിരിച്ചു. ശ്രീധരൻ അപ്പോഴും അനുകമ്പയോട് ചിന്തിക്കുകയായിരുന്നു അപ്പുവിൻ്റെ പെങ്ങളെപ്പറ്റി. പാവം പെൺകുട്ടി, അവൾക്ക് കാട്ടിൽ പോയി തെച്ചിക്കാപ്പഴം പറിക്കാനോ കിളികളുടെ പാട്ട് കേൾക്കാനോ ഒന്നും കഴിയില്ല. അതാ ആ കാണുന്ന കണമരത്തിൻ്റെ നേരെ താഴെ ചെരുവിലാണ് എൻ്റെ പുര. അപ്പു കുന്നിൻ്റെ ഒരു മൂലയിലേക്ക് ചൂണ്ടിക്കാട്ടി. നീ പുരയിലേക്ക് പോണില്ലേ? ശ്രീധരൻ ചോദിച്ചു. ശ്രീധരനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ പോയിക്കോളാം. വേണ്ട, ഇപ്പോൾ തന്നെ പോകാം. എനിക്ക് നിൻ്റെ പുരയൊന്ന് കാണണം. അപ്പുവിൻ്റെ ദണ്ണം പിടിച്ച പെങ്ങളെ ഒന്ന് കാണണമെന്ന് ഉള്ളിൽ കരുതിക്കൊണ്ടാണ് ശ്രീധരൻ അങ്ങനെ പറഞ്ഞത്. അപ്പു മുടക്കം പറഞ്ഞില്ല. ഇരുവരും കണമരത്തിൻ്റെ നേർക്ക് നടന്നു. നിൻ്റെ പുരയിൽ ആരൊക്കെയാണുള്ളത്? ശ്രീധരൻ ചോദിച്ചു. അമ്മയും നാരായണിയും